ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്രയും നാൾ സാധാ ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാമാണ് വീഡിയോ ഇട്ടേക്കുന്നത്. ഇന്ന് ലൈനിങ് ബ്ലൗസിൻ്റെ വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ ലൈനിങ് ബ്ലൗസിന് 80 സെൻറ്റിമീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഇതിന് ഓപ്പണിംഗ് സൈഡ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് വരണം, അതുപോലെ അത് ഒരു മടക്ക് പോലെ ഇട്ട് മടക്കണം. 4 ഫോൾഡിങ് വരുന്നത് നമ്മുടെ സൈഡിൽ വരണം. ഇത് നമ്മൾ സാധാ ബ്ലൗസിന് സ്ലീവ് മടക്കുമല്ലോ, അതുപോലെ തന്നെ കരയുള്ള ഭാഗം ഓപ്പോസിറ്റ് പോകണം. ഇത് മടക്കി വെച്ചിട്ട് നമുക്കിപ്പം കൈക്ക് അളവ് ഞാൻ 6.75 എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് 2 സൈഡും മടക്കി തയ്ച്ചാൽ മാത്രം മതി. അപ്പം അവിടെ എക്സ്ട്രാ ഒരു 3/4 ഇഞ്ചിട്ടാണ് നമ്മൾ വെട്ടുന്നത്. 7 എടുത്തിട്ടുണ്ട്. ആ സൈഡ് 7 മാർക്ക് ചെയ്തിട്ട് 3 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഒരളവ് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ സ്ലീവ് അതുപോലെ വച്ച് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അടിയിൽ നമ്മൾ ആ തയ്യലിൻ്റെ അത് തൊട്ട് നോക്കി അതുപോലെ മാർക്ക് ചെയ്തിട്ട് അതുപോലെ വെട്ടിയെടുത്താൽ മതി. ഇത് സ്ലീവ് മടക്കി തയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും ഉയരം മതി. ഇത് സാധാ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ 1.5 ഇടണം. ഇതിൽ കട്ട് മാർക്കും കൊടുത്ത് ഇതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, ആ ഭാഗത്തിൽ നമുക്ക് ബാക്കിൻ്റെ മെഷർമെൻ്റ് എടുക്കാം. അപ്പോൾ ബാക്കിൻ്റെ മെഷർമെൻറ്റിൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഉയരം എത്രയാണെന്ന് വെച്ചാൽ 15.5 ഉണ്ട്. ഞാൻ 15.5 മാർക്ക് ചെയ്തിട്ട് ഇനി കഴുത്ത് അകലം 2.5, അതിൻ്റെ കൂടെ നമുക്ക് ഷോൾഡറിന് ആവശ്യമുള്ള എത്രയാണെന്ന് വെച്ചാൽ അതും മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് ആം ഹോളിൻ്റെ മാർക്കിങ് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ആം ഹോളിൻ്റെ മാർക്കിങ് എപ്പോഴും ചെയ്യാനുള്ളത്. ഇനി നമുക്ക് മൊത്തത്തിലുള്ള ചുറ്റളവ് എത്രയാണെന്ന് വെച്ചാൽ ആ ചുറ്റളവ് മാർക്ക് ചെയ്ത് താഴേക്കൊരു ലൈൻ കൊടുത്ത് അത് യോജിപ്പിച്ചിട്ട് കഴുത്തിൻ്റെ ഉയരം കാണാനായിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് താഴേക്ക് എനിക്ക് 8 വേണം. അതുകൊണ്ട് 8 മാർക്ക് ചെയ്തിട്ട് ആം ഹോളിന് കർവും വരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ബ്ലൗസിന് ഒരു ആലിലെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഹാർട്ട് ഷേപ്പാണ് വയ്ക്കുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ റൗണ്ട് എല്ലാം മാർക്ക് ചെയ്തിട്ട് ആ താഴെ മാത്രം ആ മുനമ്പ് കണക്ക് നമ്മൾ മാർക്ക് ചെയ്ത് ചേർത്തുകൊണ്ട് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പും കിട്ടും. ഓക്കെ, ഇനി ഇതിനെ നീറ്റായിട്ട് വെട്ടിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ബാക്ക് വെട്ടിക്കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ അളവ് എടുക്കണം. ഇപ്പോൾ ക്രോസ് പീസാണ് എൻ്റെ ബ്ലൗസിന് ക്രോസ് പീസാണ് വെട്ടുന്നത്. അപ്പോൾ ക്രോസ് പീസ് നമുക്ക് ഈ ബാക്ക് സൈഡ് വെച്ച് തന്നെയായിരുന്നു നമുക്ക് വെട്ടാം. പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് ബിഗിനേഴ്സിന് കാണിക്കണമല്ലോ, ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതി വെട്ടണമെന്നുകൊണ്ട് അതൊരു പേപ്പർ കട്ടിങ് ഇട്ടിട്ടുണ്ട്. നമ്മൾ അളവ് ഫസ്റ്റ് എഴുതി വയ്ക്കുമല്ലോ, ആ അളവെല്ലാം ചേർത്ത് ഒരു പേപ്പർ കട്ടിങ് വച്ചിട്ട് ആ പേപ്പർ കട്ടിങ്ങാണ് നമ്മൾ വച്ച് അളവെടുക്കുന്നത്. ഇങ്ങനെ വയ്ക്കുന്നത് സ്ട്രെയിറ്റ് കട്ടിങ്ങിന്. ഇപ്പം നമ്മൾ ക്രോസ് കട്ടിങ്ങിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ഇരിക്കുന്ന തുണിയിൽ ഏത് സ്ഥലത്താണ് നമ്മുടെ ഈ പേപ്പർ കട്ടിങ് കറക്റ്റായിട്ട് സെറ്റ് ആവുന്നതോ അവിടെ വേണം വച്ച് നമ്മൾ ഈ മാർക്കിങ് ഈ പേപ്പറിൻ്റെ പുറത്ത് ആ സൈഡ് മാർക്കിങ് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ അളവെല്ലാം രേഖപ്പെടുത്തിയത് വച്ച് വെട്ടിയെടുക്കാം. ഇപ്പോൾ ഈ പേപ്പർ കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ തനിയെ ചെയ്യാം, അപ്പോഴും നിങ്ങൾക്കത് മനസ്സിലാവും. വേറൊന്നുമില്ല, നമ്മൾ എഴുതി വെച്ചേക്കുന്ന അളവ് തന്നെയാണ് പേപ്പർ കട്ടിങ്ങിനും കൊടുക്കുന്നത്. എന്നാൽ പേപ്പറിൽ കട്ട് ചെയ്യുന്ന അത്ര തന്നെ അല്ല, ഇത് ഫാബ്രിക്കിൽ കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസ് വരഞ്ഞെടുത്തേക്കുന്നത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പടിക്കുള്ള പീസ് കൂടെ വെട്ടിയെടുക്കണം. ആ ക്രോസ് പീസ് ഉണ്ടല്ലോ, നെക്കിൻ്റെ ക്രോസ് പീസ് നമ്മൾ ബാക്ക് നെക്ക് മടക്കി തയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ബാക്കിൽ ക്രോസ് പീസിൻ്റെ ആവശ്യമില്ല, ഫ്രണ്ടിൽ മാത്രം മതി. അപ്പം ക്രോസ് പീസ് കുറച്ചേ, ഇത് 80 സെൻറ്റിമീറ്റർ കഷ്ടിമുഷ്ടി അങ്ങ് ഒപ്പിച്ചെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്നാലും എല്ലാത്തിനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പടിയുടെ ലെങ്ത്ത് 10 എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓരോ സൈഡിൽ എത്ര മെഷർമെൻറ്റ് വേണമെന്ന് ഒരു 3.75, 3.25, 3.5 എഴുതി വെച്ചിട്ടുണ്ട്. അത് വരച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സൈഡിലൊരു കട്ട് മാർക്ക് കൊടുക്കണം, അതാണ് നമ്മുടെ ജോയിൻ ചെയ്യുന്ന സൈഡ്. ഇനി ഇതെല്ലാം ഈ ചെറിയ പീസെല്ലാം ഭദ്രമായിട്ട് വയ്ക്കണം. ഇനി നമുക്ക് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ലൈനിങ്ങിൻ്റെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമുക്ക് സാരി ബ്ലൗസ് ബിറ്റ് എടുത്തിട്ട് അത് ഫസ്റ്റ് ബിഗിനേഴ്സ് എല്ലാം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഈ അളവെടുത്തതിനെ തറയിലില്ലെങ്കിൽ ഇച്ചിരി വലിയ ടേബിളിൻ്റെ പുറത്തിട്ട്
തുണി മടക്കി ഇട്ടിട്ട് എവിടെയെല്ലാം വെച്ച് നോക്കണം കറക്റ്റായിട്ട് ഇത് വരുന്നതെന്ന്. ഇപ്പോൾ എനിക്കിത് കൈക്ക് ഈ തുണിയിൽ ഒരുമാതിരി വളഞ്ഞു വന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അതനുസരിച്ചാണ് എടുക്കുന്നത്. ഒരു വളവ് പോലെ ഉണ്ട്, അത് ഞാൻ ഇടത് കൈക്കാണ് തച്ചേക്കുന്നത്. വലത് കൈ നല്ല നീറ്റായിട്ട് വരുന്നത് നമ്മൾ വലത് സൈഡ് വെച്ചിട്ട് കുറച്ച് അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇടത് സൈഡോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് 3/4 സ്ലീവ് വയ്ക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല, അതിന് ലെങ്ത് കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സ്ലീവ് നമ്മളിവിടെ വെച്ചിട്ട് സ്ലീവിന് ആ അളവിന് സ്ലീവ് അതിൻ്റെ പുറത്ത് ലൈനിങ് പീസ് വെച്ചിട്ട് അതുപോലെ കട്ട് ചെയ്യുക. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബാക്ക് പീസിനെടുക്കാം ഫസ്റ്റ്. അപ്പോൾ ഈ സാരിയിലെ തുണി എടുക്കുമ്പോൾ നമ്മൾ എന്തോ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പൂവൊക്കെ വരും ചിലപ്പം. കുട്ടി ഇത് പൂവുണ്ട്, ഈ പൂവ് വരുമ്പോൾ നമ്മൾ പൂ തലയും കുത്തി വരുന്ന കണക്ക് വെട്ടരുത്. പൂ സ്ട്രെയിറ്റ് മേലെ നമ്മൾ മുതുകിൽ പൂ നിൽക്കുമ്പോൾ അത് നേരെ നിൽക്കുന്ന കണക്ക് വരണം. തലയിൽ കുത്തി നിൽക്കരുത്, വരയെല്ലാം വരുന്നത് അതൊക്കെ ശ്രദ്ധിച്ച് വേണം വെട്ടാൻ. വര കുറുക്കേ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വണ്ണം തോന്നിക്കുന്ന കണക്ക് ഇരിക്കും. വര സ്ട്രെയിറ്റാണ് വരുവാണെങ്കിൽ ഇച്ചിരി ചെറുതായിട്ട് സ്ലിമ്മായിട്ട് കാണിക്കും. അപ്പോൾ ഇതെല്ലാം പീസ് ഇതിനകത്ത് സ്ട്രെയിറ്റായിട്ട് സെറ്റ് ആവുന്നതെന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തോണം. ബിഗിനേഴ്സിന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളത് ഫസ്റ്റ് ബാക്ക് വെട്ടിയെടുക്കാം. സ്ലീവ് എടുത്ത് വെച്ച് വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് ഇതിൽ എക്സ്ട്രാ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ എങ്ങാണ്ട് മാത്രം തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. ചിലർ പിന്നെ കറക്റ്റായിട്ട് വെട്ടും. അത് ഒരു മെത്തേഡാണ്. കറക്റ്റായിട്ട് വെട്ടി ലൈനിങ് പീസ് കറക്റ്റ്, ബോഡി പീസ് കറക്റ്റായിട്ട് വെട്ടുന്നത്. ഞാൻ പഠിച്ചു തന്ന പോലെ ഒരു 1/2 ഇഞ്ച് ഇല്ല 1/4 ഇഞ്ച് എക്സ്ട്രാ വിട്ടാണ് തയ്ക്കുന്നത്. പിന്നെ തുണിയുടെ ഷോർട്ടേജ് വരുമെന്നെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കും. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വയ്ക്കുമ്പോൾ ഫ്രണ്ട് എപ്പോഴും ക്രോസ് പീസിൽ വയ്ക്കുന്നതുകൊണ്ട് ക്രോസായിട്ട് വേണം വച്ച് വെട്ടാനായിട്ട്. സ്ട്രെയിറ്റായിട്ട് വയ്ക്കരുത്. സ്ട്രെയിറ്റ് കട്ടിങ്ങും ഉണ്ട്, ക്രോസ് കട്ടിങ്ങും ഉണ്ട്. നമ്മൾ സ്ട്രെയിറ്റായിട്ട് വയ്ക്കുന്നത് സ്ട്രെയിറ്റ് കട്ടിങ്, ക്രോസിൽ വയ്ക്കുകയാണെങ്കിൽ അത് ക്രോസ് കട്ടിങ്ങും. ഇനി അടുത്ത് ആ പടിയുടെയും കൂടെ വെട്ടിക്കഴിയുകയാണെങ്കിൽ നമുക്ക് കട്ടിങ് എല്ലാം തീർന്ന്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കണമെന്നും പറഞ്ഞിരുന്നേ, പക്ഷേ എനിക്കിതൊരു ഫങ്ഷന് എമർജൻസി ആയിട്ട് തയ്ക്കേണ്ടി വന്നതാണ് ഈ സാരി. അതിനാൽ എനിക്ക് സ്റ്റിച്ചിങ്ങിനെ പറ്റി ഞാൻ എടുക്കാനായിട്ടങ്ങ് വിട്ടുപോയി. കുറച്ച് പാതി തച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. അതുകൊണ്ട് വേറൊരു ബ്ലൗസ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിങ് വീഡിയോ, ലൈനിങ് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കണക്ക് സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സ്റ്റിച്ചിങ് വീഡിയോ വേറൊരു ഇതിൽ കൊണ്ടിട്ട് വരാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരും. താങ്ക് യു.